സംസ്ഥാനത്ത് 6 വരിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും ചിലയിടങ്ങളിൽ പൂർത്തിയായി വരുന്നു, ചിലയിടങ്ങളിൽ പകുതി പോലും പൂർത്തിയായിട്ടില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായ പരാതികൾ ഒരുപാടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപകമായ അത്തരത്തിൽ പരാതികൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡുകൾക്ക് ആവശ്യമായ വീതിയില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. പലയിടത്തും ആവശ്യമായതിന്റെ പകുതി വീതി പോലുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയപാതയിലെ രാമനാട്ടുകര വെങ്ങളം റീച്ചിലെ നെല്ലിക്കോട് സർവീസ് റോഡാണിത്. സർവീസ് റോഡിന് ചട്ടപ്രകാരം 6.15 മീറ്റർ വീതി വേണമെന്നാണ്. എന്നാൽ ഇവിടെ പലയിടത്തുമുള്ളത് 3 മീറ്ററിന് താഴെ മാത്രം വീതി. ബൈപ്പാസിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിക്കുന്നത് ഈ സർവീസ് റോഡ് വഴിയാണ്. ഇവിടുത്തെ വീതി കുറവ് ഭാവിയിൽ വലിയ ഗതാഗതക്കുരുക്കിനിടയാകും. ഒരു ആംബുലൻസിന് പോലും പോകാനുള്ള സൗകര്യം ഇവിടെയില്ല. ഒരു ആംബുലൻസ് പോലും വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരു ആംബുലൻസ് വന്നാൽ ഇവിടേക്ക് കയറാൻ പറ്റാത്ത ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഇതിനെതിരെ വളരെയധികം സംഘടിച്ച് നിൽക്കുകയാണ്. കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു തടസ്സമാണ്, ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും. അതേമാതിരി തന്നെ ഇവിടുത്തെ ഈ കാര്യത്തിന് പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വീണ്ടും സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർക്കും കലക്ടർക്കും മന്ത്രിക്കും പരാതി നൽകി. പക്ഷേ നടപടിയുണ്ടായില്ല. അതിനാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള നെല്ലിക്കോട് നാഷണൽ ഹൈവേ സർവീസ് റോഡ് സംരക്ഷണ സമിതി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ അടങ്ങുന്നതാണ് സമരസമിതി. ആഴത്തിർക്കോ അമ്പലം തൊട്ടിട്ട് ഏകദേശം നമ്മുടെ കോപ്പർ ഫോളിയോ ഇതിൻ്റെ അടുത്ത അണ്ടർപാസിൻ്റെ അതുവരെ ഉള്ള റോഡുകൾ ഏകദേശം ചില ഏരിയയിലൊക്കെ 3 മീറ്ററിന് താഴെയായിട്ടാണ് കുറേ സ്ഥലങ്ങൾ കണ്ടത്. റോഡുകൾ ഈ ഡ്രെയിനേജും ഒക്കെ വളരെ വളഞ്ഞും തിരിഞ്ഞുമായിട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പരാതി കൊടുക്കുന്നത് NHAയ്ക്ക് ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു. അത് കൊടുത്തിരുന്നത് ഞങ്ങളെ ആഴത്തിർക്കോ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഇനി വേറെ ഒരു നിവൃത്തിയില്ലാത്തതിനെ കൊണ്ട് പ്രക്ഷോഭത്തിലിറങ്ങാൻ ഞങ്ങളിപ്പോൾ അടുത്ത തന്നെ ദിവസം ഒരു ജനറൽ ബോഡി വിളിക്കുന്നുണ്ട്. അതിൽ ഭാവി പരിപാടികൾ തീരുമാനിക്കും. കോഴിക്കോട് ജില്ലയിൽ മലാപ്പറമ്പ് പാച്ചാക്കിൽ, ഗോശാല കൃഷ്ണക്ഷേത്രം, ഹൈലൈറ്റ്, മെട്രോ ആശുപത്രി, പന്തീരങ്കാവ് ടൗൺ എന്നിവിടങ്ങളിലും സർവീസ് റോഡിന് വീതിയില്ലെന്ന ആരോപണമുണ്ട്. റോഡുകൾ വികസനത്തിന് വേഗം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ഗതാഗത സൗകര്യത്തിനുള്ള സാധ്യതകളാണ് നമ്മൾ തേടുന്നതും. അതിന് റോഡിൻ്റെ നിർമ്മാണം ശാസ്ത്രീയവും കൃത്യമായ കണക്കുകൾ പ്രകാരമുള്ളതുമാവണം. ഇല്ലെങ്കിൽ വിപരീത ഫലം ചെയ്യും. ജയൻ കല്യാശ്ശേരിക്കൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ജനവാസ മേഖലയിലൂടെ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെയുള്ള മേഖലയിലൂടെ കടന്നു പോകുന്ന ഇത്തരം റോഡുകൾ പ്രധാനമായും ഇവിടുത്തുകാർ ആശ്രയിക്കുന്നത് ഈ സർവീസ് റോഡുകളെയാണ്. അതിന് വീതിയില്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെട്ടത്. അത് മാത്രമല്ല, കാൽനട യാത്ര ഇല്ലാതെ പോകുന്നു, ഡ്രെയിനേജ് സംവിധാനം ഇല്ലാതെ പോകുന്നു. ഇതൊക്കെയാണ് വലിയ പ്രതിസന്ധിയായി മാറുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടുതൽ പ്രതികരണങ്ങളുണ്ട്, അതിലേക്കാണ് ഇനി. ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു ഫയർഫോഴ്സ് എന്തെങ്കിലും ഈ തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വണ്ടി വന്ന് തിരിച്ചു പോകാനുള്ളൊരു വഴി ഇവിടെ ഇല്ല. അതുമാത്രമല്ല, ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ബ്ലോക്കായാൽ ഒന്ന് ബ്രേക്ക് ഡൗണായി നിർത്തിക്കഴിഞ്ഞാൽ അതുവഴി 2 വീലർക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഡ്രെയിനേജ് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇവിടെ റോഡിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇപ്പം ഇതിൽ ശരിക്കും 2 ഭാഗത്തേക്ക് കൂടെ വാഹനങ്ങൾ അനുവദിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഒരു ഭാഗത്തേക്കുള്ള റോഡിന് കൃത്യമായിട്ടുള്ള വീതിയില്ല. MLA ഇവിടെ വന്ന സ്ഥലം സന്ദർശിച്ചാണ്. നമ്മളെ വാർഡ് കൗൺസിലറാണ്, മേയർ വന്ന് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്, കാര്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് വേണ്ടത് ഒരു സർവേ നടത്തിങ്ങാണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയണം. അപ്പോൾ NHA വളരെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നതാണ് നമ്മളെ കണക്കൂട്ടില്ല. അവരെ കാര്യമായിട്ട് എഞ്ചിനീയേഴ്സൊക്കെ അളന്ന് കറക്റ്റ് ചെയ്യുന്നതാണല്ലോ. ഇതിൻ്റെ റോഡിൻ്റെ മറ്റേ ഭാഗമാണെങ്കിൽ വീതിയുണ്ട്, ഈ ഭാഗമാണ് വീതി ഇല്ലാത്തത്. ഇതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ അനുഭവിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.